നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 27-ാം തീയതി 1202 ആണ്ട് ചിങ്ങമാസം 11-ാം തീയതി വ്യാഴാഴ്ച അവിട്ടം നക്ഷത്രം. അവിട്ട നക്ഷത്രമാണ്. ഇന്നലെ തിരുവോണം കഴിഞ്ഞ് ഇന്ന് അവിട്ടം, അതായത് 3-ാം ഓണമാണ്. അപ്പോൾ ഓണത്തിൻ്റെ ആ ഇതിൽ തന്നെ നിൽക്കുകയാണ്. എങ്കിലും ഇന്ന് നല്ല ദിവസമാണ്. വളരെ സന്തോഷപ്രദമായ ഒരു ദിനമാണ് ഇന്ന്. വ്യാഴാഴ്ച, അവിട്ട നക്ഷത്രം, അതുപോലെ 3-ാം ഓണം എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസം. അപ്പോൾ ഐശ്വര്യപ്രദമായ ദിവസമാണ്. എന്തെങ്കിലും ഐശ്വര്യ ഫലങ്ങൾക്കും അതുപോലെ സന്തോഷപ്രദമായ കാര്യങ്ങൾക്കും എല്ലാം ഇന്നത്തെ ദിവസം കൊള്ളാം. അപ്പോൾ അതിനെ വിനിയോഗിച്ചുകൊള്ളുക. നല്ല സമയങ്ങളിൽ നല്ല ദിവസവും നല്ല നക്ഷത്രവും വന്നാൽ നമുക്ക് സന്തോഷത്തിന് വഴിതെളിക്കും. അതുപോലെ ചിങ്ങമാസത്തിൽ അവിട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ പുരോഗതിയുടെ ഒരു വർഷമാണ്. എന്തൊക്കെ പുരോഗതി ഉണ്ടാവും? പ്രത്യേകിച്ച് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടം, അതാണ് അതിൻ്റെ വാക്ക്. പ്രതീക്ഷിക്കാതെ ധനനേട്ടം ഉണ്ടാവും. ഉദാഹരണം, നമുക്ക് ഒരു പ്രമോഷൻ കിട്ടൂല, അല്ലെങ്കിൽ ഇൻക്രിമെൻ്റ് കിട്ടൂല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന നമുക്ക് പെട്ടെന്ന് ലഭിക്കാം. മുടങ്ങിക്കിടക്കുന്ന പൈസ ഇനി അത് കിട്ടൂല എന്ന് വിചാരിച്ചിരിക്കുന്ന ധനം നമ്മളിലേക്ക് വന്നു ചേരാം. മറ്റ് ഊഹ കച്ചവടങ്ങളിലൂടെയോ, അതായത് ഷെയർ മാർക്കറ്റ്, അതുപോലെ ലോട്ടറി, അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഏതെങ്കിലും അപ്രതീക്ഷിത മാർഗത്തിലൂടെ സാമ്പത്തിക നേട്ടം വരാം. അല്ലാതെ തന്നെ നമ്മൾ കഷ്ടപ്പെടുന്നതനുസരിച്ച് സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. പൈസ നിലനിൽക്കും. പൈസ വരുന്നതിലല്ല, നിലനിൽക്കുന്ന സമയമാണ് ഈ സമയം. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഉള്ള കാര്യങ്ങളിൽ ധൈര്യമായിട്ട് ഇറങ്ങണം. ബിസിനസ് ചെയ്യാനോ മറ്റ് കാര്യങ്ങൾക്കോ ഇറങ്ങണം. അതുപോലെ പഠിക്കുന്ന കുട്ടികൾ ലോൺ എടുത്ത് പഠിച്ചാലും നിങ്ങൾക്ക് ഗുണപ്രദം ആയിത്തീരും. അത്രയ്ക്ക് നേട്ടത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ ഇന്ന് ദിവസം നല്ല ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാഹുകാലം പറഞ്ഞത് 1:30 മണി മുതൽ 3 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും, കലണ്ടറിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും 1:30 മണി മുതൽ 3 മണി വരെയല്ല, 2 മണി മുതൽ 3:32 വരെയും രാഹുകാല സമയമുണ്ട്. രാഹുകാല സമയം ശുഭയാത്രയ്ക്ക് എടുക്കരുത്. അതുപോലെ ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റാത്ത 2 സമയങ്ങളാണ് യപകണ്ഠൻ്റെയും ഗുളികൻ്റെയും കാലഘട്ടം. അതുകൊണ്ട് ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം 9:23 മുതൽ 10:54 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 6:19 തൊട്ട് 7:51 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ തന്നെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്, ഇന്നുമുണ്ട്. 12 മണി 2 മിനിറ്റ് തൊട്ട് 12:50 വരെ അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്ത സമയം നമുക്ക് മുഹൂർത്തങ്ങളുടെ രാജാവാണ്. പ്രപഞ്ചം തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി സമയമാണ്. അപ്പോൾ അതിനെ നമുക്ക് വിനിയോഗിക്കണം. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. മഞ്ഞ കളർ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം, ഗുരുവിൻ്റെ എനർജി കൂട്ടാൻ വേണ്ടി. അപ്പോൾ ശുഭപ്രദമായ അവസ്ഥ ഉണ്ടാവും. നമുക്ക് ശോഭിക്കാൻ പറ്റും. എനർജി ലോസ് വരത്തില്ല. കിട്ടേണ്ടത് കിട്ടും. നമുക്ക് എല്ലായിടത്തും ശോഭിക്കാൻ സാധിക്കും. എല്ലാവർക്കും ഗുരുകൃപയാൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.